This is a mango tree. You consider a mango falling from the tree to the ground. The mango is moving through a distance d. The mango is falling because work is done by the gravitational force. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ആ മാങ്ങ മുകളിൽ നിന്നും താഴേക്ക് നീങ്ങുന്നത്, വീഴുന്നത്. ചെയ്യുന്ന വർക്കിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം, എഫ് ഡോട്ട് എസ് എന്നാണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം എഫ് ഡോട്ട് ഡി എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഇനി നമുക്ക് ആ മാങ്ങയെ തിരിച്ച് മുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക. മാങ്ങ സ്വയം മുകളിലേക്ക് പോവോ? ഗ്രാവിറ്റി അതിനെ മുകളിലേക്ക് തള്ളുമോ? ഇല്ല. നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ വർക്ക് ചെയ്ത് ആ മാങ്ങയെ മുകളിലേക്ക് ആക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന വർക്ക് ആ മാങ്ങയുടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. ആ പൊട്ടൻഷ്യൽ എനർജിക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുക. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ ബോഡി എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ത്രൂ എ ഹൈറ്റ് എച്ച്. ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കുക. ഇവിടെ പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു പ്ലസ് ക്യൂ ചാർജ് വെക്കാൻ പോവാണ്. വി ആർ കീപ്പിംഗ് എ പോസിറ്റീവ് ചാർജ് ക്യൂ ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ആരോ മാർക്ക് കൊണ്ട് കാണിച്ചിട്ടുണ്ട്. പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. ആ പോസിറ്റീവ് ചാർജ് അവിടെ വെച്ചാൽ, ആ പോയിന്റിൽ വെച്ചാൽ ആ പോസിറ്റീവ് ചാർജ് താഴേക്ക് മൂവ് ചെയ്യും. കാരണം എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന്. ആ ഫോഴ്സ് കാരണം ഫീൽഡിൻ്റെ ഡയറക്ഷൻ താഴേക്കാണ്. അപ്പോൾ ആ ഫോഴ്സ് കാരണം ആ പ്ലസ് ക്യൂ ചാർജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ താഴേക്ക് മൂവ് ചെയ്യും. ഡി ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് എത്ര വർക്ക് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫോഴ്സ് അതിനെ താഴേക്ക് തള്ളുകയാണ്. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫോഴ്സ് എത്ര വർക്ക് ചെയ്യുന്നുണ്ട്? W ഈക്വൽസ് എഫ് ഡി കോസ് തീറ്റ. എഫ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സ് ആട്ടോ. ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഫോർമുല ഞങ്ങൾക്കറിയാം, എഫ് ഇസ് ഈക്വൽ ടു QE. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ചെയ്യുന്ന വർക്ക് W ഈക്വൽസ് എഫ് ഡി കോസ് തീറ്റ. ഇനി നമുക്ക് ആ ചാർജിനെ താഴത്ത് നിന്നും മുകളിലേക്കാണ് മൂവ് ചെയ്യിക്കേണ്ടത്. ചാർജ് സ്വയം മുകളിലേക്ക് മൂവ് ചെയ്യോ? ഇല്ല. കാരണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോഴ്സ് ഉള്ളത് താഴേക്കാണ്, ഇലക്ട്രിക് ഫോഴ്സ് താഴേക്കാണ്. അപ്പോൾ പിന്നെ നമ്മളതിനെ മുകളിലേക്ക് മൂവ് ചെയ്യിക്കാൻ എന്ത് ചെയ്യണം? നമ്മളൊരു വർക്ക് ചെയ്യേണ്ടി വരും ഇലക്ട്രിക് ഫോഴ്സിനെതിരെ. നമ്മൾ ഇലക്ട്രിക് ഫോഴ്സിനെതിരെ വർക്ക് ചെയ്ത് ആ ചാർജിനെ മുകളിലേക്ക് മൂവ് ചെയ്യിക്കണം. അങ്ങനെ ചെയ്യുന്ന വർക്ക് ആ ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. ഇവിടെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഇലക്ട്രിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെതിരാണ്. അതുകൊണ്ട് തന്നെ ആ പൊട്ടൻഷ്യൽ എനർജിക്ക് പറയുക ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. ഇവിടെ നമ്മൾ കണ്ടത് ഒരു ചാർജ് ക്യൂവിനെ ഇലക്ട്രിക് ഫോഴ്സിനെതിരെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന വർക്ക് അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. വി ആർ ഗോയിങ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. നിങ്ങൾ ഒരു ചാർജ് ക്യൂ ഒരു ഒറിജിനിൽ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്കറിയാം, ഒരു ചാർജ് ഉണ്ട് എങ്കിൽ ആ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ ചാർജ് ക്യൂവിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിലുള്ള രണ്ട് പോയിൻറ്റ്സാണ് എയും ബിയും. ഒറിജിനിൽ നിന്നും എയിലേക്കുള്ള ദൂരം R1, അതായത് എൻ്റെ പൊസിഷൻ വെക്ടർ R1 ആണ്. ഒറിജിനിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം R2. ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിലുള്ള വേറൊരു പോയിൻ്റാണ് P. പിയിലേക്കുള്ള ദൂരം r. ഒറിജിനിൽ നിന്നും പിയിലേക്കുള്ള ദൂരം r. അപ്പോൾ നമുക്കറിയാം, പിയിലൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എയിലും ബിയിലും പിയിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കാണുക? പിയിലൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുക. ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ ക്യൂ ഇങ്ങോട്ടേക്കാണ് റിപ്പൽ ചെയ്യുക. അപ്പോൾ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതിൻ്റെ വാല്യൂ E ആണ്. ഇനി ഞാൻ ഈ പോയിൻ്റ് പിയിൽ ഒരു ടെസ്റ്റ് ചാർജ് Q0 വെക്കാൻ പോവാണ്. Now I have placed a test charge Q0 at P.
Q0 is now lying in the electric field E produced by this charge Q. അത് കാരണം Q0ൻ്റെ മുകളിലൊരു ഫോഴ്സ് ഉണ്ടാവും. F is equal to Q0 into E. ഒരു പോസിറ്റീവ് ചാർജിൻ്റെ മുകളിൽ ഒരു പോസിറ്റീവ് ചാർജിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ആ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അപ്പോൾ Q0 എന്ന ചാർജ് Q0E എന്ന ഫോഴ്സോട് കൂടി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. എനിക്ക് ആ Q0 അവിടെ തന്നെ നിർത്തണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഐ ഹാവ് ടു അപ്ലൈ എ ഫോഴ്സ് Q0E ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ Q0 ഈ ഡയറക്ഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന ഫോഴ്സാണ് മൈനസ് Q0E. To prevent the charge Q0 from accelerating, the force applied is F is equal to minus Q0E. ഇനി എനിക്ക് ഈ ചാർജ് Q0ന് ചെറിയൊരു ഡിസ്റ്റൻസ് dr ഫീൽഡിനെതിരെ മൂവ് ചെയ്യിക്കണം. ഇങ്ങോട്ടേക്ക് ഫീൽഡ് മൂവ് ചെയ്യിച്ചോളും. കാരണം ഇലക്ട്രിക് ഫീൽഡ് F is equal to QE എന്നുള്ള ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് ആ ഫോഴ്സ് കാരണം ചാർജ് ഇങ്ങോട്ട് സ്വയം മൂവ് ചെയ്തോളും. പക്ഷേ ഫീൽഡിനെതിരെ മൂവ് ചെയ്യിക്കണമെങ്കിലോ ഐ വോണ്ട് ടു മൂവ് ദ ചാർജ് Q0 ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് dr അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെറിയൊരു ഡിസ്റ്റൻസ് dr എനിക്ക് ചാർജ് Q0നെ മൂവ് ചെയ്യിക്കണം. നിങ്ങൾ ഡയറക്ഷൻ നോക്കുക, ഇലക്ട്രിക് ഫീൽഡിന് എതിരായിട്ടാണ്. അപ്പോൾ ചാർജിനെ സ്വയം മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ചാർജ് മൂവ് ചെയ്യുക? നമ്മൾ വർക്ക് ചെയ്യണം. വി ഹാവ് ടു ഡു വർക്ക് ടു മൂവ് ദ ചാർജ് ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് dr എഗെയിൻസ്റ്റ് ദ ഫീൽഡ്. എത്ര വർക്ക് ചെയ്യണം? വർക്ക് ഡണിൻ്റെ ഫോർമുല നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, F.S എന്നാണ് അല്ലേ. ഇവിടെ ഇലക്ട്രിക് ഫോഴ്സ് നമ്മൾ എത്ര ഫോഴ്സാണ് കൊടുക്കുന്നത്? മൈനസ് Q0E. ഇവിടെ നിങ്ങൾ കണ്ടതാ. അപ്പോൾ മൈനസ് Q എത്ര ഡിസ്റ്റൻസാണ് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്? അതോടെ അളപ്പെടുത്തിട്ടുണ്ട് dr. സോ ദ വർക്ക് ഡൺ ടു മൂവ് ദ ചാർജ് Q0 ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് dr എഗെയിൻസ്റ്റ് ദ ഫീൽഡ് dW ഈക്വൽസ് മൈനസ് Q0E ഡോട്ട് dr. അപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് dr മൂവ് ചെയ്യിക്കണമെങ്കിൽ ഇത്രയും വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ഈ ചാർജ് Q0 മൂവ് ചെയ്യിക്കണമെങ്കിൽ എത്ര വർക്ക് ചെയ്യണം? ഞാൻ ഒന്നും കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ Q0 ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ സ്വയം മൂവ് ചെയ്യും. ഫീൽഡിനെതിരായിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ഈ ചാർജ് Q0നെ മൂവ് ചെയ്യിക്കാൻ നിങ്ങൾ എത്ര വർക്ക് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. വർക്ക് ഡൺ ഇൻ മൂവിങ് ദ ചാർജ് Q0 ഫ്രം എ ടു ബി എഗെയിൻസ്റ്റ് ദ ഫീൽഡ്. നമ്മളതിനെ WAB എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഓഫ് Q0E ഡോട്ട് dr. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ നേരത്തെ തൊട്ട് മുൻപ് പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഡെഫിനിഷൻ. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് Q ഫ്രം വൺ പോയിൻ്റ് ടു അതർ എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. അതിനല്ല ഇവിടെ പറയുന്നത്. വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് Q0 ഫ്രം വൺ പോയിൻ്റ് ടു അതർ എഗെയിൻസ്റ്റ് ദ ഫീൽഡ് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഓഫ് Q0E ഡോട്ട് dr. അപ്പോൾ ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഫോർമുല. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് Q എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഫ്രം വൺ പോയിൻ്റ് എ ടു അനദർ പോയിൻ്റ് ബി. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? ഇത് Q0 ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? 10 മാങ്ങയ്ക്ക് 20 രൂപയാണെങ്കിൽ ഒരു മാങ്ങയ്ക്ക് എന്താണ് വില? അതെ, 20/10. Therefore, work done to move a unit charge from A to B is WAB by Q0 equals minus integral A to B of E dot dr. This is the work done to move a unit charge from A to B. ഈ ഇൻ്റഗ്രലിന് ലൈൻ ഇൻ്റഗ്രൽ എന്നാണ് പറയുക. എന്തിനാണ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് dr-നെയാണ്. ഈ dr എന്നുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഡിസ്റ്റൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെ ലൈൻ ഇൻ്റഗ്രൽ എന്നാണ് പറയുക. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സർഫസിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത് അല്ലേ? ഗോസസ് തിയറം പഠിച്ചപ്പോൾ ഇൻ്റഗ്രൽ E ഡോട്ട് ds, അവിടെ നമ്മൾ സർഫസ് ഏരിയ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. സർഫസ് ഏരിയ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് സർഫസ് ഇൻ്റഗ്രൽ എന്നാണ് പറയുക. ഡിസ്റ്റൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് ലൈൻ ഇൻ്റഗ്രൽ എന്നാണ് പറയുക. സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഫ്ലക്സ് ആയിരുന്നു. ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് E ഡോട്ട് ds.
അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രലോ, ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് എന്താ? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം എ ടു ബി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് അഗെയിൻസ്റ്റ് ദ ഫീൽഡാണ്. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ 2 പോയിന്റ് എന്ന് സമ്മറൈസ് ചെയ്യുക. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് Q0 ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിൻ്റെ ഫോർമുല മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഓഫ് Q0 ഇ ഡോട്ട് ഡി ആർ. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം എ ടു ബി അഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ WAB/Q0 ആണ്. അതിൻ്റെ വാല്യൂ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഓഫ് ഇ ഡോട്ട് ഡി ആർ. ഇതിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് പറയുക കേട്ടോ. അതിലേക്ക് നമുക്ക് വരാം. ഇനി അപ്പം ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഇപ്പം നമുക്ക് എയിൽ നിന്നും ബിയിലേക്ക് ഞാൻ ചാർജിനെ മൂവ് ചെയ്യിക്കുകയാണ്. ഞാൻ ഇതിലൂടെ അങ്ങനെ മൂവ് ചെയ്യിച്ചപ്പം എനിക്ക് കിട്ടിയത് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഓഫ് Q0 ഇ ഡോട്ട് ഡി ആർ എന്നാണ് അല്ലേ. ഞാൻ അതിനെ മൂവ് ചെയ്യിക്കുന്നത് ഇതാ ഈ പാത്തിലൂടെ ആണെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ ഞാൻ അതിനെ മൂവ് ചെയ്യിക്കുന്നത് ഇങ്ങനെ, അപ്പോഴും വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു തന്നെയാണ് വരിക. ഇനി അതല്ല, ഞാൻ എയിൽ നിന്നും ബിയിലേക്ക് ഞാൻ അതിനത് ഇങ്ങനെയാണ് മൂവ് ചെയ്യിക്കണമെങ്കിലോ, ഇങ്ങനെ മൂവ് ചെയ്യിക്കണമെങ്കിലും WAB ഈക്വൽസ് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഓഫ് Q0 ഇ ഡോട്ട് ഡി ആർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത്. ഈ പാതയായാലും ഈ പാതയായാലും സെയിം ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ പോയിൻ്റ് എ ആൻഡ് ഫൈനൽ പോയിൻ്റ് ബി. അങ്ങനത്തെ ഫോഴ്സിന് എന്താ പറയുക? വർക്ക് ഡൺ എഗെയിൻസ്റ്റ് എ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ഫോളോഡ്. അങ്ങനത്തെ ഫോഴ്സിനെ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ നമ്മൾ മൂവ് വയ്ക്കുന്നത് ഇലക്ട്രിക് ഫോഴ്സിനെതിരെയാണ്. ഇലക്ട്രിക് ഫോഴ്സിനെതിരെ ചാർജിനെ മൂവ് വയ്ക്കാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫോഴ്സ് എന്താണ്? കൺസർവേറ്റീവ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇലക്ട്രിക് ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. ഞാനൊന്ന് വായിക്കാതെ, ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ്റഗ്രൽ ഓഫ് എ ബി ഇ ഡോട്ട് ഡി ആർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ എൻഡ് പോയിൻറ്റ്സ് എ ആൻഡ് ബി. അതായത് ദ വർക്ക് ഡൺ ടു മൂവ് ദ ചാർജ് അഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ് ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ഫോളോഡ്. സോ ദ ഇലക്ട്രിക് ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. നിങ്ങൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വർക്ക് എനർജി ആൻഡ് പവർ എന്നുള്ള ചാപ്റ്റർ നോക്കിയാൽ മതി. അതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, കൺസർവേറ്റീവ് ഫോഴ്സാണ് നമ്മൾ എക്സാമ്പിൾ സഹിതം പറയുന്നുണ്ട്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു അല്ലേ. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് Q ഫ്രം എ ടു ബി അഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫോഴ്സ്. ഒരു ചാർജ് ക്യൂവിനെ ഒരു പോയിന്റിൽ നിന്നും വേറെ പോയിന്റിലേക്ക് ഇലക്ട്രിക് ഫോഴ്സിനെതിരെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുക. ആ വർക്ക് ഡണ്ണിന് അതുപയോഗിച്ച് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. 2 പുതിയ ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസും പൊട്ടൻഷ്യലും. നമുക്കെന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കുക? വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം എ ടു ബി അഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫോഴ്സ്. ഒരു ചാർജ് ക്യൂവിനെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ഒരു യൂണിറ്റ് ചാർജിനെയാണ് എയിൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നാണ് പറയുക. ഇനി അടുത്തത് പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ ഡെഫിനിഷൻ നോക്കുക. വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിൻ്റ് എ. ഒരു യൂണിറ്റ് ചാർജിനെ എയിൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ നമ്മളതിനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും. ഒരു യൂണിറ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റിലേക്കാണ് മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ നമ്മളതിനെ പൊട്ടൻഷ്യൽ എന്നാണ് പറയുക. ഇത് ഒന്നും കൂടി നമുക്ക് പറഞ്ഞു നോക്കാം. ഒരു ചാർജ് ക്യൂവിനെ എയിൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് വർക്ക് ഡൺ ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. എന്നൊരു ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒരു യൂണിറ്റ് ചാർജിനെ എയിൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുക പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് പറയുക. ഒരു യൂണിറ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പൊട്ടൻഷ്യൽ എന്നാണ് പറയുക.
നിങ്ങൾ ഒരു പോസിറ്റീവ് ചാർജ് ക്യാപിറ്റൽ ക്യൂ കൺസിഡർ ചെയ്യുക. ആ ക്യാപിറ്റൽ ക്യൂവിന് ചുറ്റും ഒരു മഞ്ഞ ഷെയ്ഡ് കാണാം അല്ലേ? ആ ക്യാപിറ്റൽ ക്യൂവിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡുള്ള ഭാഗമാണ് നമ്മൾ ആ മഞ്ഞ സർക്കിൾ കൊണ്ട് അടയാളപ്പെടുത്തിയത്. ആ മഞ്ഞ സർക്കിളിൻ്റെ പുറത്ത് ആ ക്യാപിറ്റൽ ക്യൂ കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത ആ സ്പേസിനെ നമ്മൾ ഇൻഫിനിറ്റി എന്നാണ് പറയുക. നമ്മൾ ഇൻഫിനിറ്റിയിൽ ഒരു ടെസ്റ്റ് ചാർജ് Q0 വെച്ചിട്ടുണ്ട്. ആ ടെസ്റ്റ് ചാർജിൻ്റെ വാല്യൂ 1 കൂളുംബാണ്. ഈ 1 കൂളുംബ് ടെസ്റ്റ് ചാർജിനെ എനിക്ക് ഇലക്ട്രിക് ഫീൽഡിന് എതിരെ മൂവ് ചെയ്യിച്ച് എ എന്നുള്ള പോയിന്റിലേക്ക് എത്തിക്കണം. നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും, ഇലക്ട്രിക് ഫീൽഡ് റൈറ്റിലേക്കാണ്, എ എന്നുള്ള പോയിന്റ് കിടക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിലാണ്. അപ്പോൾ ഈ ടെസ്റ്റ് ചാർജ് 1 കൂളുംബിനെ എനിക്ക് ഇലക്ട്രിക് ഫീൽഡിനെതിരെ മൂവ് ചെയ്തിട്ട് എ എന്നുള്ള പോയിന്റിൽ എത്തിക്കണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെതിരെ മൂവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വർക്ക് ചെയ്യണം. സോ ഐ ഹാവ് ടു ഡു സം വർക്ക് ടു പുഷ് to move the charge Q0 from infinity to the point A. ഇങ്ങനെ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറയാം. ഇനി നമ്മളൊന്ന് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്ത് നോക്കാം. The electric potential in an electric field at a point is the amount of work done in moving a unit positive charge from infinity to that point against the electric force. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിനെതിരായി ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കാൻ നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുക. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം എ ടു ബി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഓഫ് ഇ ഡോട്ട് ഡി ആർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ട വർക്ക് എന്തായിരിക്കും? മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു എ ഓഫ് ഇ ഡോട്ട് ഡി ആർ. ബൈ ഡെഫിനിഷൻ ആ വർക്ക് ഡണിന് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നാണ് പറയുക. ഡിനോട്ട് ചെയ്യുക വി എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. സോ യു ക്യാൻ റൈറ്റ് the work done to move a unit charge from infinity to a point A against the electric force is given by V equals minus integral infinity to A of E dot dr. നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ പോയിൻ്റ് അല്ല എഴുതുക, ഒറിജിനിൽ നിന്നും പോയിന്റിലേക്കുള്ള ദൂരമാണ് എഴുതുക. അപ്പോൾ നമ്മളെടുത്ത പോയിൻ്റ് എ ഒറിജിനിൽ നിന്നും 6 ഡിസ്റ്റൻസ് അകലെയാണ് എങ്കിൽ നമുക്ക് ആ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറ്റി എഴുതാം. V ഈക്വൽസ് മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഓഫ് ഇ ഡോട്ട് ഡി ആർ. അപ്പോൾ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ ഇതിനൊന്ന് വേർഡ്സിലാക്കി നോക്കിയാലോ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് ദ നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിൻ്റ് എ. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിൻ്റ് against the electric force. അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഈസ് ദ നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിൻ്റ്. ഇനി നമ്മൾ പൊട്ടൻഷ്യലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ പോയിൻ്റ്, നമ്മളെ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷനിൽ ഇക്വേഷനിൽ നെഗറ്റീവ് സൈൻ കാണാം അല്ലേ? പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി ആർ എന്നാണ്. ആ നെഗറ്റീവ് സൈൻ എന്തിനാണ് കാണിക്കുന്നത്? ദ നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് വി ആർ മൂവിങ് ദ ചാർജ് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിനെതിരായിട്ടാണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ വി ആർ മൂവിങ് ദ ചാർജ് ഓപ്പോസിറ്റ് ദ ഫീൽഡ് എന്നതിനെയാണ് ആ നെഗറ്റീവ് സൈന് കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞതാണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിൻ്റ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫോഴ്സ്. അപ്പോൾ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ വി ആണ് അല്ലേ? ഒരു യൂണിറ്റ് ചാർജിനെ ഇലക്ട്രിക് ഫോഴ്സിനെതിരെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ് വി. അങ്ങനെയാണെങ്കിൽ ഒരു ചാർജ് ക്യൂവിനെ മൂവ് ചെയ്യാൻ എത്ര വർക്ക് ചെയ്യണം?
യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ വി. അങ്ങനെയാണെങ്കിൽ ഒരു ചാർജ് ക്യൂവിനെ ഇലക്ട്രിക് ഫീൽഡിനെതിരെ മൂവ് ചെയ്യാൻ എത്ര വർക്ക് ചെയ്യണം? ഒരു മാങ്ങക്ക് 2 രൂപയാണെങ്കിൽ 5 മാങ്ങക്ക് എത്ര രൂപയാവും? 5 × 2. അപ്പോൾ ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വി വർക്ക് ചെയ്യണമെങ്കിൽ ക്യൂ ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എത്ര വർക്ക് ചെയ്യണം? W = QV. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചാർജ് ക്യൂവിനെ ഇലക്ട്രിക് ഫോഴ്സിനെതിരെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ എനർജി = QV. നമ്മൾ കഴിഞ്ഞ കൊല്ലം മെക്കാനിക്സ് പഠിച്ചപ്പം പൊട്ടൻഷ്യൽ എനർജി ഡിനോട്ട് ചെയ്തത് PE എന്നാണ് അല്ലേ? ഇലക്ട്രിസിറ്റിയിലും മാഗ്നറ്റിസത്തിലും പൊട്ടൻഷ്യൽ എനർജി ഡിനോട്ട് ചെയ്യുക U എന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് പറയാം U = QV. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല അതാണ്, U = QV. ഇനി മൂന്നാമത്തെ പോയിൻ്റ് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റാണ്. ഫോർമുല ഇതിപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഫോർമുല U = QV എന്നോ അല്ലെങ്കിൽ വർക്ക് ഡൺ W = QV എന്നോ എന്നുള്ള ഫോർമുല എഴുതുക. ഇപ്പോൾ V എന്ന് പറഞ്ഞാൽ W/Q എന്നാണ് വരിക. വർക്കിൻ്റെ യൂണിറ്റ് ജൂളും ചാർജിൻ്റെ യൂണിറ്റ് കൂളുമ്പും. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് വരിക ജൂൾ/കുളുമ്പ്. ജൂൾ/കുളുമ്പിന് പറയുന്ന വേറൊരു പേരാണ് വോൾട്ട്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും ഒരു വോൾട്ട് ഡിഫൈൻ ചെയ്യാൻ. വോൾട്ട് ഡിഫൈൻ എന്താ ചെയ്യുക? ആദ്യം ഡബ്ല്യുവിൻ്റെ V = W/Q എന്നുള്ള ഫോർമുല എഴുതുക. എല്ലാ ടേംസും 1 ആക്കുക. W 1 ജൂള്, Q 1 കൂളുമ്പാണെങ്കിൽ V = എന്താ വരിക? 1 വോൾട്ട്. അപ്പോൾ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഈസ് 1 വോൾട്ട് ഇഫ് ദ വർക്ക് ഡൺ ടു മൂവ് എ 1 കുളുമ്പ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിൻ്റ് ഈസ് 1 ജൂൾ. ഇനി അടുത്തത് പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ = W/Q എന്നാണ്. ഡബ്ല്യുവിൻ്റെ ഡയമെൻഷണൽ ഫോർമുല mL² T⁻² ആണ്. ചാർജിൻ്റെത് IT ആണ്. അപ്പോൾ അതുകൊണ്ട് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുക mL² T⁻³ I⁻⁻1. ഇനി അഞ്ചാമത്തെ പോയിൻ്റ് പൊട്ടൻഷ്യൽ സ്കേലാറാണ്. പൊട്ടൻഷ്യൽ V = E.dr എന്നല്ലേ? അപ്പോൾ 2 വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും സ്കേലാറാണ്. ഒന്നുകൂടി പറയാം, 2 വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് സ്കേലാറാണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ സ്കേലാറാണ്. ഇനി ആറാമത്തെ പോയിൻ്റ് പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ഈസ് 0. ആ പോയിൻ്റ് നമുക്കൊന്ന് ഇലാബറേറ്റ് ചെയ്ത് നോക്കുക. ഇൻഫിനിറ്റി എന്ന് ഫിസിക്സിൽ പറയുന്നതും മാത്സിൽ പറയുന്നതും വ്യത്യാസമുണ്ട്. മാത്സിൽ ഇൻഫിനിറ്റി അല്ല, ഫിസിക്സിൽ ഇൻഫിനിറ്റി. ഇപ്പോൾ നമ്മളൊരു ചാർജ് ക്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ? ആ സ്പേസിന് പുറത്ത് എന്തുണ്ടാവില്ല? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഒരു പ്രത്യേക സ്പേസിൽ മാത്രമേ ആ ചാർജ് കഴിഞ്ഞൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത സ്പേസൊക്കെ ഇൻഫിനിറ്റിയാണ് ഫിസിക്സിൽ. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി എടുക്കുമ്പോൾ ഇൻഫിനിറ്റിയിൽ ചാർജിൻ്റെ ഇഫക്റ്റ് ഇല്ല. ചാർജ് ഉണ്ടെങ്കിലേ ഫോഴ്സും ഫീൽഡും പൊട്ടൻഷ്യലും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ V = 0. ഇനി ഏഴാമത്തെ പോയിൻ്റ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് ഈസ് പോസിറ്റീവ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ നെഗറ്റീവ് ചാർജ് ഈസ് നെഗറ്റീവ്. പോസിറ്റീവ് പൊട്ടൻഷ്യലും ഉണ്ട്, നെഗറ്റീവ് പൊട്ടൻഷ്യലും ഉണ്ട്. ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ഒരു ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ്, ഫീൽഡ്, ഫ്ലക്സ്, ഇപ്പോൾ ഈ ചാപ്റ്ററിൽ പൊട്ടൻഷ്യലും പഠിച്ചു അല്ലേ? അതിൽ ഫോഴ്സും ഫീൽഡും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ ഒരു ചാർജ്, നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഫോർമുല എഴുതുമ്പോൾ 1/4πε0 അല്ലേ? F = QE എന്നുള്ള ഫോർമുല എഴുതുകയാണ്. അപ്പോൾ അത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ F = -QE എന്ന് എഴുതാറില്ല. അപ്പോൾ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് സൈൻ ഇടണ്ട. കാരണം ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ വേറെ പറയും. അതേപോലെ ഇലക്ട്രിക് ഫീൽഡും ഒരു നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു പ്രോബ്ലമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചാർജിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഇടണ്ട. കാരണം ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ വേറെ പറയും. അപ്പോൾ ഫോഴ്സും ഫീൽഡും കാൽക്കുലേറ്റ് ചെയ്യുമ്പം നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ ചാർജിന് മൈനസ് നിങ്ങൾ പ്രോബ്ലം ഒന്നും ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. ഇനി പൊട്ടൻഷ്യൽ നോക്കുക നമ്മൾ. പൊട്ടൻഷ്യലും അതേപോലെ ഫ്ലക്സും. ഫ്ലക്സിൻ്റെ ഫോർമുല Φ = Q/ε0 ആണ് അല്ലേ? ഫ്ലക്സ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡയറക്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ചാർജിൻ്റെ വാല്യൂ, നെഗറ്റീവ് ചാർജാണ് പ്രോബ്ലത്തിൽ തന്നത് എങ്കിൽ ചാർജിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നിങ്ങൾ മൈനസ് ഇടണം. Φ = -Q/ε0 എന്ന് ഇടണം. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഫ്ലക്സിന് നിങ്ങൾ മൈനസ് ഇടണം, കാരണം ഫ്ലക്സ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ പൊട്ടൻഷ്യലും. പൊട്ടൻഷ്യൽ ഒരു
സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല പ്രോബ്ലം ചോദിക്കുമ്പം നെഗറ്റീവ് ചാർജാണ് തന്നത് എങ്കിൽ ആ മൈനസ് സൈന് നിങ്ങൾ ആ ചാർജിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. ഫോഴ്സോ ഫീൽഡോ പ്രോബ്ലത്തിൽ ചോദിക്കുമ്പം നെഗറ്റീവ് ചാർജാണ് തന്നത് എങ്കിൽ മൈനസ് സൈൻ അതിൽ ഇടണ്ട. കാരണം അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, നമ്മൾ ഡയറക്ഷൻ നമ്മൾ വേറെ എഴുതുന്നുണ്ടാവും. അതുകൊണ്ട് മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇടണ്ട. എന്നാലൊരു ഫ്ലക്സോ അല്ലെങ്കിൽ പൊട്ടൻഷ്യലോ ആണ് എങ്കിൽ, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നിങ്ങൾ മൈനസ്ന്ന് പ്രോബ്ലത്തിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ചാർജിൻ്റെ വാല്യൂ. ഇനി നമുക്ക് 8ാമത്തെ പോയിൻ്റ് എടുക്കുക. വെൻ പോസിറ്റീവ് ചാർജസ് ആർ ഗിവൺ ടു എ ബോഡി ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ്. ചാർജൊന്നും ഇല്ലാത്തൊരു ബോഡിയാണെന്ന് വിചാരിക്കുക. അതിലേക്ക് ഞാനൊരു ചാർജ് കൊടുത്തു, അപ്പോൾ അതിന് പൊട്ടൻഷ്യലായി. ഒരു പോസിറ്റീവ് ചാർജ് കൂടി കൊടുത്തു, അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടും. ഒരു പോസിറ്റീവ് ചാർജ് കൂടി കൊടുത്തു, അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടും. അപ്പോൾ പോസിറ്റീവ് ചാർജുകൾ കൊടുക്കുന്നതനുസരിച്ചിട്ട് ഒരു ബോഡിയുടെ പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ടേയിരിക്കും. ഇനി നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ, നമ്മൾ നെഗറ്റീവ് ചാർജൊന്നും ഇല്ലാത്ത ബോഡിക്ക് ഒരു നെഗറ്റീവ് ചാർജ് കൊടുത്താൽ അതിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് ആയിരിക്കും. ഒരു നെഗറ്റീവ് ചാർജ് കൂടി കൊടുത്താലോ അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടുതൽ മൈനസ് ആവും. കൂടുതൽ നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടുതൽ നെഗറ്റീവ് ആവും. നമ്മൾ പറയും വെൻ നെഗറ്റീവ് ചാർജസ് ആർ ഗിവൺ ടു എ ബോഡി ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഡിക്രീസസ്. ഇനി 9ാമത്തെ പോയിൻ്റ്, പോസിറ്റീവ് ചാർജസ് ഫ്ലോ ഫ്രം ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ. 2 ബോഡി ഉണ്ട്, അതിലൊരു ബോഡിക്ക് ഹൈ പൊട്ടൻഷ്യലും വേറൊരു ബോഡിക്ക് ലോ പൊട്ടൻഷ്യലുമാണ്. ചാർജുള്ള ബോഡീസാണ്, പോസിറ്റീവ് ചാർജുള്ള ബോഡീസാണ് രണ്ടും. അപ്പോൾ ആ 2 ബോഡി നമ്മൾ കോൺടാക്റ്റിൽ വെക്കുകയാണെങ്കിൽ എപ്പോഴും ഹൈ പൊട്ടൻഷ്യലുള്ള ബോഡിയിൽ നിന്നാണ് ലോ പൊട്ടൻഷ്യലുള്ള ബോഡിയിലേക്ക് പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുക. ഇനി നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ നേരെ തിരിച്ചാ, ലോവർ പൊട്ടൻഷ്യലുള്ള ബോഡിയിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലുള്ള ബോഡിക്കാണ് നെഗറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുക. പോസിറ്റീവ് ചാർജസ് ഫ്ലോ ഫ്രം ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് ചാർജസ് ഫ്ലോ ഫ്രം ലോവർ ടു ഹയർ പൊട്ടൻഷ്യൽ. അതൊരു വീഡിയോ വഴി നിങ്ങൾക്ക് 9ാമത്തെ പോയിൻ്റ് ഒരു അനിമേഷൻ വഴി നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഇവിടെ നിങ്ങൾക്ക് ടാങ്ക് എയിലും ടാങ്ക് ബിയിലും വെള്ളം കാണാം. ടാങ്ക് എയിലുള്ള വെള്ളത്തിൻ്റെ ലെവലാണ് കൂടുതൽ. നിങ്ങൾ ആ സ്റ്റോപ്പ് ക്ലോക്ക് തുറന്നു കഴിഞ്ഞാൽ ടാങ്ക് എയിൽ നിന്ന് ബിയിലേക്ക് വെള്ളം ഒഴുകും ടിൽ ദ വാട്ടർ ഇൻ ബോത്ത് ദ ടാങ്ക്സ് ആർ അറ്റ് ദ സെയിം ലെവൽ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെള്ളം ഒഴുകുന്നത് 2 ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ എമൗണ്ടിനനുസരിച്ചിട്ടല്ല, വെള്ളത്തിൻ്റെ ലെവൽ അനുസരിച്ചിട്ടാണ് ഒരു ടാങ്കിൽ നിന്നും മറ്റേ ടാങ്കിലേക്ക് വെള്ളം ഒഴുകുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇത് 2 ഇരുമ്പ് കഷ്ണങ്ങളാണ്. ആദ്യത്തെ ഇരുമ്പ് കഷ്ണം നല്ല ഹോട്ടാണ്, എ. ബി എന്നുള്ള ഇരുമ്പ് കഷ്ണം ടെമ്പറേച്ചർ കുറഞ്ഞ, ചൂട് കുറഞ്ഞ ഇരുമ്പ് കഷ്ണമാണ്. ഇത് രണ്ടും തമ്മിൽ നമ്മൾ കോണ്ടാക്റ്റിൽ വെച്ചാൽ എന്താ സംഭവിക്കുക? എയിൽ നിന്നും ബിയിലേക്ക് ഹീറ്റ് ഒഴുകും. എയിൽ നിന്നും ബിയിലേക്ക് ഹീറ്റ് ഒഴുകാൻ കാരണം എ ആണ് കൂടുതൽ ഹോട്ട് എന്നുള്ളത് കൊണ്ടാണ്. ദ ഹീറ്റ് ഫ്ലോ വിൽ കണ്ടിന്യൂ ടിൽ ബോത്ത് ദ അയോൺ ബ്ലോക്സ് ഹാവ് ദ സെയിം ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ തുല്യമാവുന്നത് വരെയാണ് ഹീറ്റ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇവിടെ ഹീറ്റിൻ്റെ ഫ്ലോ തീരുമാനിക്കുന്നത് 2 ബ്ലോക്കിൻ്റെയും ടെമ്പറേച്ചറാണ്. ഇതേപോലെ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെയും മനസ്സിലാക്കാൻ സാധിക്കും. 2 ബോഡിയാണ്. ആദ്യത്തെ ബോഡി എ, അതിൽ വലിയ ബോഡിയാണ്, ചാർജും കൂടുതലുണ്ട്. രണ്ടാമത്തെ ബോഡി ചെറുതാണ്, അതിൽ ചാർജ് കുറവാണ്. വി ആർ അസ്യൂമിങ് ദാറ്റ് ദ ബോഡി ബി ഈസ് അറ്റ് എ ഹയർ പൊട്ടൻഷ്യൽ. ബിക്കാണ് പൊട്ടൻഷ്യൽ കൂടുതൽ. ഇത് രണ്ടും തമ്മിൽ നമ്മൾ കോണ്ടാക്റ്റിൽ വെച്ചാൽ ചാർജ് ഏതിൽ നിന്ന് ഏതിലേക്കാണ് ഫ്ലോ ചെയ്യുക? നമ്മൾ നോക്കുക, അനിമേഷൻ നോക്കുക, കണ്ടോ? ചാർജ് ഫ്ലോ ഫ്രം ബി ടു എ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ചാർജ്, പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുക ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്. ഏതുവരെ ഫ്ലോ ചെയ്യും? 2 ബോഡിയിലും തുല്യ പൊട്ടൻഷ്യൽ ആവുന്നത്. ചിത്രം നോക്കൂ, ചാർജ് അല്ല തുല്യമാവുന്നത്. 2 ബോഡിയിലും എയിലും ബിയിലും പൊട്ടൻഷ്യൽ സെയിം ആവുന്നത് വരെ ചാർജ് ഫ്ലോ ചെയ്യും. അപ്പോൾ ഒരു ബോഡിയിൽ നിന്ന് വേറെ ബോഡിയിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് പൊട്ടൻഷ്യലാണ്. ദ ചാർജ് വിൽ ഫ്ലോ ടിൽ ബോത്ത് ദ ബോഡീസ് ഹാവ് ദ സെയിം പൊട്ടൻഷ്യൽ. സെയിം ചാർജ് അല്ല, സെയിം പൊട്ടൻഷ്യൽ.